സഹന മൂടൊക്കെ ഓക്കെ അല്ലേ? പറയേ. ഓ ഓ ഓ കലിപ്പ് തീരണില്ലല്ലേ. ഹലോ, ഇന്ന് നമ്മള് അതിഥിയില് ഫുഡ് കഴിക്കാൻ പോണ്. സാഗരന്ന് ഫുൾ മൂടോട്ടിലാണ്. എന്താന്ന് അറിയില്ല, രാവിലെ തൊട്ട് കുറച്ചൊന്ന് ഫുൾ മൂടോട്ടിലാണ്. അതിഥിയിലെ ഫുഡ് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ബാക്കി അടുത്തതിലേക്ക് വരാം. നല്ല വെയില്, മഴക്കാലാണെന്നാ പറയണേ, പക്ഷെ കണ്ടിട്ട് തോന്നല്ലേ ഗായ്സ്. ഹലോ ഗൈസ്, ഞാൻ ആക്ച്വലി ഇന്ന് ഇത്തിരി മൂഡ് ഔട്ടിലായിരുന്നു. പക്ഷേ നമ്മൾ ഇന്ന് ഫുഡ് കഴിക്കാൻ വരികയാണ് അതിഥീസ് റെസ്റ്റോറൻറ്റിൽ. പാലക്കാട് കൊപ്പം ബൈപ്പാസിലാണ് സ്ഥലം. ഇത് ഫുഡ് കഴിക്കണതിന് മുന്നേ ഉള്ള സാഗരം. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പണക്കം മാറും. എനിക്ക് ഈ വിശപ്പിൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ മൂഡ് ഔട്ട് വരും. എന്നെ പോലെ ചിലരൊക്കെ ഉണ്ടാവും. ഇവരുടെ ചന്ദ്രനഗർ ബ്രാഞ്ചിൽ നിന്ന് ഒരു തവണ ട്രൈ ചെയ്തിരുന്നു. അത് നന്നായിരുന്നു കേട്ടോ. ഒരു ഉച്ചഭക്ഷണം കഴിക്കാൻ പറ്റിയ സ്പോട്ടായിരുന്നു. ഈ വിശന്ന് കുടല് കരിഞ്ഞിരിക്കുമ്പോൾ എൻ്റെ അപ്പുറത്തിരുന്ന ആൾക്കാർ എന്ത് പറഞ്ഞാലും എൻ്റെ തലയിൽ അത് കയറാറേ ഇല്ല. പിന്നെ ഫ്രൈ നമ്മൾ സെപ്പറേറ്റ് വാങ്ങണം. അത് ഐക്കോറ, കരിമീൻ, സിലോപ്പിയ, അയില, നെത്തൽ. കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല, 2 മീൽസ് പറഞ്ഞു. ഉച്ച നേരമായിരുന്നു. ഞങ്ങൾ കുറച്ച് വർക്കൊക്കെ കഴിഞ്ഞ് ഭയങ്കര ടയേർഡായിട്ടും വിശന്നിട്ടും വരായിരുന്നു. ഒഴിച്ചുകറികൾ 3 ഉണ്ടായിരുന്നു. സാമ്പാർ, രസം, മീൻകറി. കൂടെ ഞങ്ങൾ ഐക്കോറയും പ്രോൺസ് റോസ്റ്റും പറഞ്ഞിരുന്നു. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പോയ സമയത്ത്. പിന്നെ അത്യാവശ്യം പാർക്കിംഗ് സ്പേസും അവൈലബിൾ ആയിരുന്നു. അതുകൊണ്ട് ഫുഡ് കിട്ടാൻ അത്ര ടൈമൊന്നും എടുത്തില്ല. കണ്ടോ, ഇപ്പൊ ഇത്തിരി പ്രസന്നത വന്നു പോകത്ത്. അതെ, നാണമൊക്കെ വന്നു. നല്ല നാരങ്ങ അച്ചാറുണ്ടായിരുന്നു. പിന്നെ ഒരു വാഴയ്ക്ക പുഴുക്കുണ്ടായിരുന്നു. പിന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു. തേങ്ങയും ഇഞ്ചിയൊക്കെ ഇട്ട് അരച്ച നല്ല ചമ്മന്തി. കൂടെ സദ്യക്കൊക്കെ ഉള്ള കൂട്ടുകറിയും പിന്നെ ഒരു പപ്പടവും. ഇത്രയൊക്കെ ആയിട്ട് മൂഡ് ഔട്ടിന് ഒരു ചെറിയ ശകലായവേ വന്നിട്ടുള്ളൂ. വിശന്നിരിക്കണ എന്നോട് ഫുഡെല്ലാം വന്ന് വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്തിട്ട് കഴിച്ചാൽ മതിയെന്ന് വിനയ്. ആർക്കായാലും ഒരു സങ്കടം ഉണ്ടാവുമല്ലോ. എന്തൊക്കെ പറഞ്ഞാലും ഉച്ച നേരത്ത് കുറച്ച് ചോറും മീൻകറിയും മീൻ വറുത്തതും ഒക്കെ ഉണ്ടായിട്ട് കഴിക്കുന്ന ആ ഒരു ഫീല് വേറെ ഒന്നിലും കിട്ടില്ല. കഴിക്കാനുള്ള പെർമിഷൻ ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഉച്ചയ്ക്കുള്ള ഊണിൻ്റെ ഒപ്പം ഒരു ചമ്മന്തി കൂടെ ഉണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ, അത് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകും. ആ ഒരു ഫീൽ വേറെ എവിടെയും കിട്ടൂല. ക്ഷമയോടെ കാത്തിരുന്ന ആ നിമിഷം വന്നു ഗായ്സ്. ഫുഡ് പറയാനില്ല, നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു. സൂപ്പറായിരുന്നു. നമ്മൾ വാങ്ങിച്ചത് ഐക്കോറയും പ്രോൺസും ആയിരുന്നു. ഐക്കോറയും പ്രോൺസൊക്കെ അത്യാവശ്യം കോസ്റ്റ്ലി ഫിഷ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു റേറ്റ് അവിടെ ഉണ്ടായിരുന്നു. ഒരു 50 രൂപയുടെ മീൽസും കഴിച്ച് അങ്ങനെ ഞങ്ങളുടെ പരിപാടി തീർത്തിരിക്കുന്നു ഗൈസ്. ആൻഡ് ലാസ്റ്റ് ഐസ്ക്രീമും എനിക്ക് വാങ്ങി തന്നു. അപ്പം പിണക്കവും സോൾവ്. അപ്പം ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.